ഹലോ ഹലോ ഗായ്സ് ഇന്ന് ഇന്ന് ഞാൻ ട്യൂഷൻ ഉണ്ടായിരുന്നു. പള്ളി കഴിഞ്ഞിട്ട് പള്ളിയിൽ ഉയർപ്പുണ്ടായിരുന്നു ഗായ്സ്. ആ പള്ളിയിൽ ഉയർപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഇതേപോലെ ട്യൂഷന് പോയി. ട്യൂഷന് സ്കൂളിൽ പറഞ്ഞ് തെറ്റായിപ്പോയി, ക്ഷമിക്കണം. ട്യൂഷന് പോയി ഇവിടുന്ന് ഞാൻ പള്ളി കഴിഞ്ഞ് വീട്ടിൽ വന്നായിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ജ്യൂസ് നമ്മൾ പറഞ്ഞാൽ ദാഹിക്കുന്ന ജ്യൂസ് വേണം പറഞ്ഞു. പള്ളിയിലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദാഹിച്ചപ്പോൾ ഒരു വരണ്ട പരി കഴിച്ചു. എന്നാൽ ഫാനിനൊക്കെ സ്പീഡ് കുറവായിരുന്നു പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് ചൂടെടുത്ത് ചത്ത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇച്ചിരി ജ്യൂസ് കുടിച്ചിട്ട് നേരെ ട്യൂഷന് പോകുമായിരുന്നു. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് 2 മണിക്കാണ് ട്യൂഷൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കറക്റ്റ് 3:50 ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. അവിടെ ചെന്ന് പിന്നെ പരീക്ഷയായിരുന്നു എനിക്ക്, അതുകൊണ്ട് പഠിക്കേണ്ടി വന്നതുകൊണ്ട് ഇവിടുന്ന് പഠിച്ചിട്ടാണ് പോയത്. കുറച്ച് ദിവസമായി പരീക്ഷ തുടങ്ങിയിട്ട്. ഇന്ന് ഫിസിക്സിൻ്റെ പരീക്ഷയായിരുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് നേരം ചിലവഴിച്ച ശേഷമാണ് കറക്റ്റ് ഒരു 3:15 ആയപ്പോൾ അവിടെ ഞാൻ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് കറക്റ്റ് 3:30 ആയി. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ എന്ത് ചെയ്തു, ആഹാരം കഴിച്ചു. ഞാൻ ഉച്ചക്കത്തെ ആഹാരം കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ജ്യൂസ് മാത്രം കുടിച്ചിട്ടാണ് പോയത്. കാരണം പള്ളിയിൽ ഇതേപോലെ ഉയർപ്പിൻ്റെ ആഹാരം ഉണ്ടായിരുന്നു രാവിലത്തെ. അപ്പം അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് വയറ് നിറഞ്ഞു. എൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഇച്ചിരി ജ്യൂസും കൂടെ കുടിച്ചു. കാരണം വെച്ചാൽ ട്യൂഷൻ നിന്ന് കഴിഞ്ഞാൽ വിശന്ന് എന്ത് ചെയ്യുന്നു കൊടുത്തിട്ട് അത് കഴിച്ചത്. അപ്പം ഇവിടെ വന്നിട്ടാണ് ചോറ് കഴിച്ചത്. ചോറിന് മീൻ കറി, പച്ചമോര്, മീൻ വറുത്ത ഉണ്ടായിരുന്നു. അതത്രയും കഴിച്ചിട്ട് ഇപ്പം നമ്മുടെ കിടക്കുകയാണ് ഗൈസ്. വയറൊക്കെ നിറഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ വ്ളോഗ് എടുക്കണം ഗൈസ്. എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ പുതിയ വ്ളോഗ് എടുക്കാമെന്ന് വെച്ചാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ഡെയിലി ലൈഫാണ് നിങ്ങളോട് പറഞ്ഞത്. ഇതായിരുന്നു എൻ്റെ ഡെയിലി ലൈഫ്. ഇനി ഉറങ്ങാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.